1986 രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുമ്പോൾ അതൊരു സ്ഥിരം സംവിധാനമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കേരളത്തിൽ പരീക്ഷിച്ച് വിജയിച്ച മാതൃക തീരദേശമുള്ള ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളും നടപ്പിലാക്കി. 1986 കൊല്ലം നീണ്ടകരയിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും തമ്മിലുണ്ടായ സംഘർഷവും തുടർന്നുണ്ടായ പോലീസ് വെടിവയ്പിൽ ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവമാണ് കേരളത്തിൽ നിരോധനം നടപ്പാക്കിയതിലേക്ക് നയിച്ചത്. മൺസൂൺ കാലത്ത് ട്രോളറുകൾ ആഴക്കടലിൽ നിന്ന് കരിക്കാടി ചെമ്മീൻ കുഞ്ഞുങ്ങളെ അടക്കം കോരിയെടുക്കുന്നതിനാൽ തങ്ങൾക്ക് സീസണിൽ കരിക്കാടി ചെമ്മീൻ ലഭിക്കുന്നില്ലെന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ആവലാതിയാണ് പ്രതിഷേധത്തിൽ എത്തിയത്. പ്രതിഷേധം കനത്തതോടെ തൊഴിലാളികൾ നീണ്ടകര പാലത്തിൽ കുത്തിയിരുന്ന് ദേശീയപാത ഉപരോധിച്ചു. മണിക്കൂറുകൾ നീണ്ട ഉപരോധത്തിൽ ഗതാഗതം സ്തംഭിച്ചു. പോലീസിനെ സമരക്കാർ ആക്രമിച്ചതോടെ അക്രമികളെ പിരിച്ചുവിടാൻ നടത്തിയ വെടിവയ്പിൽ ഒരാൾ മരിച്ചു. തുടർന്ന് അന്നത്തെ സർക്കാരാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നടപ്പാക്കിയത്. പിന്നീട് കേന്ദ്ര സർക്കാരും അത് നയമാക്കി മാറ്റി. കടൽ മത്സ്യസമ്പത്തിന്റെ സംരക്ഷണം ലക്ഷ്യമിട്ട് ഈ മാസം ജൂൺ 10 മുതൽ കേരള തീരക്കടലിൽ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നിരുന്നു. 52 ദിവസം നീളുന്ന നിരോധനം ജൂലൈ 31 വരെയാണ് ഉണ്ടാവുക. കഴിഞ്ഞ 38 വർഷമായി നടക്കുന്ന ട്രോളിംഗ് നിരോധനം കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടോ എന്ന ചോദ്യം ഉയരുമ്പോഴും ഒരു ചടങ്ങ് പോലെ നിരോധനം അരങ്ങേറുന്നു. ജൂൺ മുതൽ ഓഗസ്റ്റ് മാസം വരെ നീളുന്ന മൺസൂൺ കാലത്താണ് കടൽ മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്നത്. അത്യാധുനിക വലകൾ ഉപയോഗിച്ച് യന്ത്രവൽകൃത ബോട്ടുകൾ കടലിന്റെ അടിത്തട്ടിൽ വരെ നിന്ന് മത്സ്യങ്ങൾ കോരിയെടുത്തത് കൊണ്ടുവരുന്നതിന് ഒരു നിശ്ചിത കാലത്തേക്ക് നിരോധനം ഏർപ്പെടുത്തുക എന്നതാണ് ട്രോളിംഗ് നിരോധനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രജനന സമയത്ത് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ശാസ്ത്രീയത. ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും യഥേഷ്ടം മത്സ്യബന്ധനം നടത്താം. കടൽ ഇളക്കിമറിക്കുന്ന ട്രോളറുകൾ ഉപയോഗിക്കാതെ പരമ്പരാഗത രീതിയിൽ നടത്തുന്ന മത്സ്യബന്ധനം മത്സ്യക്കുഞ്ഞുങ്ങളെ ബാധിക്കില്ലെന്നാണ് വയ്പ്. പക്ഷെ പരമ്പരാഗത രീതിയുടെ പേരിൽ നടക്കുന്നതും വൻതോതിൽ മത്സ്യം പിടിച്ചെടുക്കുക തന്നെയാണ്. പരമ്പരാഗതക്കാരും കൂറ്റൻ വള്ളങ്ങളിൽ 2-3 ഔട്ട്ബോർഡ് എഞ്ചിനുകൾ ഘടിപ്പിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നത്. കപ്പലിന്റെ വലിപ്പമുള്ള കപ്പൽ വള്ളങ്ങളിൽ 100 തൊഴിലാളികൾ വരെ ഉണ്ടാകും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ ഒന്നായ കൊല്ലം നീണ്ടകരയിൽ 1400ഓളം ട്രോളറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവയിൽ 1000ഓളം ബോട്ടുകളാണ് പതിവായി മത്സ്യബന്ധനത്തിന് പോകുന്നത്. നിലവിൽ തന്നെ കടലിൽ മത്സ്യം കുറവായതിനാലാണ് ഇത്രയും ബോട്ടുകൾ മാത്രം പോകുന്നത്. സംസ്ഥാനത്താകെ 4500ഓളം ട്രോളറുകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇവയൊക്കെ ട്രോളിംഗ് നിരോധന കാലയളവിൽ ഒതുക്കിയിടും. ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഈ മേഖലയെ ആശ്രയിച്ച് കഴിയുന്നത്. പൊന്നുവിളയുന്ന കടലിൽ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം എല്ലാ വർഷവും നടക്കുന്നുണ്ടെങ്കിലും അത് ഉദ്ദേശിച്ച ഫലം ചെയ്തോ എന്ന ചോദ്യം അന്നേ ഉയർന്നു വരുന്നതാണ്. ഉദ്ദേശിച്ച ഫലം ചെയ്തിട്ടില്ല എന്നാണ് ഇത് സംബന്ധിച്ച് നടത്തിയ നിരവധി വിദഗ്ധ പഠനങ്ങളിൽ കണ്ടെത്തിയത്. കടലിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ ട്രോളിംഗ് നിരോധനമല്ല 3 മാസത്തെ കാലത്തെ സമ്പൂർണ്ണ നിരോധനം തന്നെ വേണമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ കാലങ്ങളായി പറയുന്നത്. ആഴക്കടൽ ട്രോളിംഗ് നടക്കുന്നില്ലെന്നതൊഴിച്ചാൽ നിരോധന കാലയളവിൽ മത്സ്യബന്ധനം വൻതോതിൽ നടക്കുന്നുണ്ട്. നിരോധിച്ച വലകൾ വരെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 3 മാസക്കാലം മത്സ്യബന്ധനത്തിന് സമ്പൂർണ്ണ അവധി നൽകുകയാണ് പ്രായോഗികമെന്ന് മത്സ്യമേഖലയിലെ വിദഗ്ധർ നിരവധി തവണ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 1986 തയ്യാറാക്കിയ കേരള മറൈൻ ഫിഷിംഗ് റെഗുലേഷൻ ആക്ടിൽ പറഞ്ഞ പല നിർദ്ദേശങ്ങളും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധന കാലയളവ് ഒഴികെ വിശാലമായ കടലിൽ നിന്ന് പിടിക്കാവുന്നതിന്റെ എത്രയോ മടങ്ങ് മത്സ്യങ്ങളെയാണ് ദിവസേന കോരിയെടുക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ട്രോളറുകൾക്ക് പുറമെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ട്രോളറുകളും കേരള തീരത്തു നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. 12 നോട്ടിക്കൽ മൈൽ വരെയാണ് ഒരു സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലുള്ള കടൽ. രാജ്യത്തിന്റെ അധികാര പരിധി 200 നോട്ടിക്കൽ മൈലാണ്. വിദേശ ട്രോളറുകളും കപ്പലുകളും നമ്മുടെ തീരത്ത് നിന്ന് മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. കൂടാതെ നൂറുകണക്കിന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചെറുവള്ളങ്ങളിലും കട്ടമരത്തിലും മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും വ്യക്തമായ ഒരു നിയമമോ കൃത്യമായ കണക്കോ ഇല്ല എന്നതാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്.